നമസ്തേ. നമുക്കിന്ന് പ്രധാനപ്പെട്ട 3 ടൈപ്പ് ഓഫ് ബ്രീത്തിങ് പഠിക്കാം. അതായത് നമ്മൾ പ്രാണായാമം ചെയ്യുന്നതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെയും ഡയഫ്രത്തിൻ്റെയും കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രെയിനിലേക്കും ശരീരത്തിലേക്കും ഓക്സിജൻ്റെ അളവ് മാക്സിമം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ ബ്രീത്തിങ് രീതി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എല്ലാ ദിവസവും നമ്മളിത് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ പറയാം. അതായത് നമ്മുടെ മിക്ക ആളുകളും ശ്വസിക്കുന്നതൊന്നും കൃത്യമായ രീതിയിലായിരിക്കില്ല. ഇപ്പോൾ നമ്മളാണെങ്കിൽ പോലും നമ്മളെ ശ്രദ്ധിക്കാറ് പോലുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉറക്കമില്ലായ്മ വരാം, ടെൻഷൻ, ഡിപ്രഷൻ, അതേപോലെ തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അലർജിക് പ്രശ്നങ്ങൾ, ശ്വാസതടസ്സം, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ശരിയായ ബ്രീത്തിങ് പാറ്റേൺ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ അറിഞ്ഞും അറിയാതെയും മാത്രം. അപ്പോൾ കൃത്യമായി നമ്മൾ ശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വളരെ റിലാക്സ് ആവാൻ തുടങ്ങും. മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും. ശരീരത്തിലുള്ള ടോക്സിൻസ് പുറന്തള്ളാൻ സഹായിക്കും. അങ്ങനെ ഒരുപാടാണ് ഗുണങ്ങളെന്ന് പറയുമ്പോൾ. പ്രധാനമായിട്ടും നമ്മൾ പ്രാണായാമമൊക്കെ ചെയ്യുന്നതിന് മുൻപായിട്ടാണ് ഈ ഒരു ബ്രീത്തിങ് രീതി നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. ഒരു യോഗ സാധനയൊക്കെ ചെയ്യുന്ന സമയത്ത് ദിവസവും നമ്മൾ പ്രാണായാമത്തിനൊക്കെ മുൻപായിട്ട് ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതായത് നമ്മുടെ 3 ഭാഗങ്ങൾ, നമ്മുടെ വയറിൻ്റെ ഭാഗം, ചെസ്റ്റിൻ്റെ ഭാഗം, ഷോൾഡറിൻ്റെ ഭാഗം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു 3 ബ്രീത്ത് അല്ലെങ്കിൽ 3 രീതിയിലുള്ള ബ്രീത്തിങ് നമ്മൾ ചെയ്യുന്നത്. സെക്ഷണൽ ബ്രീത്തിങ് അല്ലെങ്കിൽ യോഗിക് ബ്രീത്തിങ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അബ്ഡമൻ ബ്രീത്തിങ്, തൊറാസിക് ബ്രീത്തിങ്, ക്ലാവിക്കുലർ ബ്രീത്തിങ്. നമ്മുടെ വയറ്, ചെസ്റ്റ്, ഷോൾഡർ, ഈ ഒരു 3 ഭാഗത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബ്രീത്ത് ചെയ്യാറുള്ളത്. എല്ലാ ദിവസവും ഈ ഒരു ബ്രീത്തിങ് പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നിവർന്നിരിക്കുക. പത്മാസനത്തിലോ വജ്രാസനത്തിലോ അല്ലെങ്കിൽ സുഖാസനത്തിലോ നിങ്ങൾക്ക് ഇരിക്കാം. നട്ടല് നിവർന്നിരിക്കണം, ഫേസ് നേരെ വെക്കാം. നമ്മൾ വലത് കൈ വയറിലും ഇടത് കൈ ചെസ്റ്റിലും വെച്ചുകൊണ്ട് നമ്മളിത് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ 2 കൈകളും ചിന്മുദ്രയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ നിവർന്നിരിക്കുക. വയറിൻ്റെ ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുവരിക. ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക മാക്സിമം. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ വയറ് പുറത്തേക്ക് വീർത്ത് വരുന്ന ഒരു ഫീൽ വെക്കുക. അതായത് വയറിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് വീർത്ത് വരുന്നു. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ, മുഴുവനായിട്ടും പുറത്തേക്ക് വിടുമ്പോൾ വയറുള്ളിലേക്ക് ചുരുങ്ങി പോകുന്നു, ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന രീതി. മാക്സിമം ഡീപ്പായിട്ട് ചെയ്യുക. 2-3 സെക്കൻഡ് കൊണ്ട് ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 4-5 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് വിടുക മാക്സിമം. അവസാന ഭാഗത്ത് വയറ് ചുരുങ്ങി നിൽക്കും. ഇത് 4-5 തവണ ആവർത്തിക്കുക. ഇതാണ് നമ്മുടെ വയറിൻ്റെ ഭാഗം ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് തൊറാസിക് ബ്രീത്തിങ് അല്ലെങ്കിൽ ചെസ്റ്റ് ബ്രീത്തിങ് ചെയ്യാം. ചെസ്റ്റ് ബ്രീത്തിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതേ രീതിയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഒന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാവുന്നതാണ്. ചെസ്റ്റിൻ്റെ ഭാഗം മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ഭാഗം ഫോക്കസ് ചെയ്യുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് വികസിച്ച് വരും, അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മുകളിലേക്ക് ഉയർന്നു വരും. ചെസ്റ്റ് ഉയരുന്നു, നമ്മുടെ റിബിൻ്റെ ഭാഗമൊക്കെ വിരിഞ്ഞ് വരുന്നു. ഈ ഒരു ലങ്സ് ഇരിക്കുന്ന ഭാഗം വികസിച്ച് വരുന്നു. മാക്സിമം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, അതിന് സാവധാനം പുറത്തേക്ക് വിടുക. നേരത്തെ ചെയ്ത അതേ പാറ്റേൺ. അപ്പോൾ ചെസ്റ്റ് താഴേക്ക് പോകുന്നു, താഴ്ന്നു വരുന്നു, റിലാക്സ് ചെയ്യുന്നു. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. അതും അതേപോലെ 4-5 തവണ അല്ലെങ്കിൽ മാക്സിമം തവണ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. കുറച്ച് തവണ ഫോളോ ചെയ്യുക കൂടുതലായിട്ട്. അതേപോലെ അടുത്ത ഒരു ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലാവിക്കുലർ ബ്രീത്തിങ്. നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം, അപ്പർ ചെസ്റ്റിൻ്റെ ഭാഗം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ആ ഒരു ഭാഗം മാത്രം ശ്രദ്ധിക്കുന്നു. നമ്മൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം ഉയർന്നു വരുന്നു. അപ്പോൾ ഇത് 3 ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക എഫേർട്ട് എടുത്തുകൊണ്ട് ഉയർത്തുകയല്ല ചെയ്യുന്നത്. നോർമലി ഈ ഒരു പാറ്റേൺ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രീത്ത് ക്ലിയർ ആവുന്നതിനനുസരിച്ച് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം ഉയരും, സ്വാഭാവികമായിട്ടും ഉയരും. ഈ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധ വെച്ചുകൊണ്ട് ചെയ്യും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ആ ഒരു ഭാഗം താഴ്ന്നു വരുന്നു. ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഈ ഒരു 3 ടൈപ്പ് ബ്രീത്തിങ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയഫ്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി മാക്സിമം വർദ്ധിക്കും. കൂടാതെ ലങ്സിൻ്റെയും ഡയഫ്രത്തിൻ്റെയും എല്ലാ ഭാഗങ്ങളും, താഴെ ഭാഗം, സെൻറ്റർ, മേലെ, എല്ലാ ഭാഗങ്ങളും മാക്സിമം വികസിച്ച് വരും. മാക്സിമം അതിൻ്റെ ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് അത് തിരിച്ചു വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. എല്ലാ ദിവസവും നിങ്ങൾ യോഗ സാധനയിലൂടെയോ അല്ലെങ്കിൽ അല്ലാതെയും നിങ്ങൾക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാം. നമ്മുടെ പ്രാണായാമത്തിന് മുമ്പായിട്ടോ മെഡിറ്റേഷന് മുമ്പായിട്ടോ ഒക്കെ ഒന്ന് റെഡി ആവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ എനർജി ലെവലൊക്കെ ഒന്ന് ഡെവലപ്പ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതും നമ്മുടെ മാനസിക ശാരീരിക തലത്തിൽ നല്ല രീതിയിൽ റീഫ്രഷ് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ളൊരു ബ്രീത്തിങ് ടെക്നിക്കാണ് ഈ യോഗിക് ബ്രീത്ത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സെക്ഷണൽ ബ്രീത്ത് എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യവുമാണത്. അതുപോലെ നമ്മുടെ ലങ്സിനോ ഡയഫ്രത്തിനോ ഒക്കെ കംപ്ലൈൻ്റ് ഉള്ള ആളുകളോ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകൾ വളരെ ശ്രദ്ധയോടെ മാത്രം ചെയ്യുക. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ നമ്പർ അല്ലെങ്കിൽ ചെയ്യുന്ന രീതി, ഇത് എത്രത്തോളം അതിൻ്റെ ഡീപ്നെസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. നോർമൽ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരു 2-3 സെക്കൻഡ് കൊണ്ടാണ് ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസിലൂടെ അത് വീണ്ടും ദീർഘിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അതേപോലെ 1 മിനിറ്റിൽ നമ്മൾ എടുക്കുന്ന ശ്വാസത്തിൻ്റെ കൗണ്ട് നമുക്ക് വീണ്ടും കുറയ്ക്കാൻ സാധിക്കും. അതായത് ശ്വാസം അത്രയും സ്ലോ ആയി വരുന്ന അർത്ഥം.